ഈ പറഞ്ഞ ക്രിറ്റിസിസത്തിനൊന്നും യാതൊരു കാര്യമില്ല. ഇത് താടിയൊന്നും എടുക്കാതെ തന്നെ ഏത് ഓപ്പറേഷനും മൂക്കിനകത്ത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ടെക്നിക്ക്. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. കാരണം മുഖത്തിൽ ചെയ്യുന്ന പല സർജറികളും അകത്തോടാണ് നമ്മൾ ചെയ്യുന്നത്, മൂക്കിനകത്തോടോ വായിക്കകത്തോടാണ് ചെയ്യുന്നത്. അതിനൊന്നും ഷേവിങ് ഒന്നും വലിയ അത്യാവശ്യമൊന്നുമില്ല. മൂക്കില് ശക്തിയായിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂക്കിനും ബ്രെയിനിനും ഇടയ്ക്കുള്ള ഒരു വളരെ തിൻ ബോണുണ്ട്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇപ്പോഴത്തെ മൂക്കിനകത്തുള്ള 99% പ്രശ്നങ്ങളും നമ്മൾ മൂക്കിനകത്തൂടെ തന്നെയാണ്, ദ്വാരത്തിൽ കൂടെയാണ് ചെയ്യുന്നത്. താടിയും മീശയും ഷേവ് ചെയ്യാതെ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ MP ശസ്ത്രക്രിയ ചെയ്തത്? സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചാ വിഷയമാണ് ഇത്. പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിനിടെ പോലീസിൽ നിന്ന് ഷാഫിക്ക് മർദ്ദനമേൽക്കുകയും മൂക്കിന്റെ പാലത്തിൽ പൊട്ടലുണ്ടാവുകയും ചെയ്തിരുന്നു. തുടർന്ന് ഷാഫിക്ക് ശസ്ത്രക്രിയ നടത്തി എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് താടിയും മീശയും ഷേവ് ചെയ്യാതെ എങ്ങനെയാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്നും വ്യാജ അവകാശവാദമാണ് നടത്തുന്നത് എന്നുമുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രതിവാദങ്ങൾ ഉയർന്നത്. ഇതേക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രമുഖ ENT സർജൻ ഡോക്ടർ ജോൺ പണിക്കറാണ് നമ്മോടൊപ്പം ഉള്ളത്. സർ, ഈ താടി മീശയും ഷേവ് ചെയ്യാതെ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ MP ശസ്ത്രക്രിയ ചെയ്തത് എന്ന വിഷയത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സാറും അത് കണ്ടു കാണും. ശരിക്കും ഷാഫിക്ക് നടത്തിയത് ഏത് തരത്തിലുള്ള സർജറിയാണ്? ഞാൻ പത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് മൂക്കിന്റെ ബോണിന് പുറമെയുള്ള നേസൽ ബോൺ എന്ന് പറയാം, അതിന് ഒരു പൊട്ടലുണ്ടായെന്നാണ് അറിഞ്ഞത്. സാധാരണ അതിൽ മൂക്കിലെ ഓപ്പറേഷൻ ഒന്നും ഇപ്പം നമ്മൾ മീശയോ താടിയൊന്നും എടുക്കാറില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതെല്ലാം മോസ്റ്റ് ഓഫ് ദ സർജറീസ് പൊതുവെ പറയുകയാണെങ്കിൽ എല്ലാം എൻഡോസ്കോപ്പിക്കലാണ്, ടെലിസ്കോപ്പ് വെച്ചാണ് ചെയ്യുന്നത്. അതാണ് ഒരു പ്രധാന കാരണം. പിന്നെ രണ്ടാമത് ഇത് പലരുടെയും ഒരു ഐഡന്റിറ്റിയും കൂടാണ്. അതുകൊണ്ട് ഇപ്പം ഡോക്ടർമാരത് നിർബന്ധമായിട്ട് പറയാറില്ല, ഇല്ലാതെ ചെയ്യാം, ഒരു കുഴപ്പം വരില്ല. പ്രത്യേകിച്ച് നമ്മൾ എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് മുഖമെല്ലാം ആൻറ്റിസെപ്റ്റിക് എല്ലാം പുരട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ ഫ്രാക്ചർ നേസൽ ബോണിന് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പൊട്ടലേ ഉള്ളെങ്കിൽ നമ്മളത് റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്, ഓപ്പറേഷൻ അല്ല ശരിക്കും. പക്ഷേ ഇത് അനസ്തീഷ്യയിൽ ചെയ്യുന്നതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പം അത് നമ്മൾ സർജറിയിൽ നിന്ന് നമ്മൾ പറയുമെങ്കിലും അത് നമ്മളൊരു കത്തിയെടുത്ത് മുറിവൊന്നും ഉണ്ടാക്കില്ല. അത് നേരത്തെ ഫ്രാക്ചർ റെഡ്യൂസ് ചെയ്യുന്നെന്ന് പറയുന്ന പോലെ ഇതിനെ പിടിച്ചിടുകയാണ്. പക്ഷെ ഒന്നിൽ കൂടുതൽ പൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മൂക്കിനകത്തൂടെ തന്നെ ഓപ്പൺ ചെയ്ത് നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടി വരും. അത് ഒരു റിയൽ സർജറി തന്നെയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ക്രിറ്റിസിസത്തിനൊന്നും യാതൊരു കാര്യമില്ല. ഇത് താടിയൊന്നും എടുക്കാതെ തന്നെ ഏത് ഓപ്പറേഷനും മൂക്കിനകത്ത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ടെക്നിക്ക്. സാർ, ഒരു സംശയം ചോദിക്കാനുള്ളത്, ഈ സർജറി അത്ര ഗൗരവമുള്ളതല്ലേ? കാരണം ഈ സർജറി കഴിഞ്ഞതും ഒരുപാട് നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ഷാഫിയെ കാണാൻ പോയതിന്റെ ഫോട്ടോസ് എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതാണ്. സാധാരണഗതിയിൽ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ രോഗിയെ കാണാൻ കൂടുതൽ ആളുകളെ അനുവദിക്കാറില്ലല്ലോ. അപ്പോൾ ഇതൊരു സിമ്പിൾ സർജറി ആയിരുന്നു? സർജറിയില് സിമ്പിളും മേജറൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഇതൊരു പ്രോപ്പർ സർജറി അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് പിടിച്ചിടുക എന്നുള്ളതാണ്. അനസ്തീഷ്യ കൊടുത്ത് നമ്മൾ അതിനെ ലെവൽ ചെയ്യുക. കാരണം മൂക്കിന്റെ ബോണ് അകത്തോട്ടോ അല്ലെങ്കിൽ വെളിയിട്ടോ മാറിയോ ചെരിഞ്ഞോ ഇരുന്ന് കഴിഞ്ഞാൽ മൂക്കിന്റെ ആകൃതിക്കുള്ള ഒരു വ്യത്യാസവും അതോടൊപ്പം മൂക്കടപ്പും മൂക്കിനകത്തു നിന്നുള്ള ബ്ലീഡിങ്ങും ഒക്കെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ്. അപ്പൊ അത് നമ്മൾ ആ പൊട്ടിയ ബോണ് നേരെ ലെവൽ ചെയ്യുക എന്നുള്ളതാണ് ആ പ്രൊസീജിയർ. അത് അത്ര വലിയ മേജർ അല്ല, എന്നാൽ ഒരു തീരെ മൈനർ സർജറി അല്ല, ഒരു പരുവൊട്ടിക്കുന്നതിനുള്ള മൈനർ സർജറി അല്ല. അത് ചില കേസുകളിൽ നമ്മൾ ജനറൽ അനസ്തീഷ്യ ചെയ്യും, ചില കേസുകളിൽ നമ്മളത് ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാർ കാണുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല. ഇപ്പം അവിടെ നിന്നും കയറി ഒരു ഇൻഫെക്ഷൻ അങ്ങനെയൊന്നും അടിക്കുന്നതല്ല. ഇപ്പം ശ്വാസകോശത്തിന്റെ ഓപ്പറേഷനോ ഹൃദയത്തിന്റെ ഓപ്പറേഷനോ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ വിസിറ്റേഴ്സ് ചെല്ലുന്നത് ഒരു പനിയോ ജലദോഷമോ ഒക്കെ അടിക്കുന്നത് കറക്റ്റ് ആയിരിക്കത്തില്ല. ഇത് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉള്ളതല്ല. അതുകൊണ്ട് അവർ കണ്ടതിലൊന്നും തെറ്റൊന്നുമില്ല, അതിലൊന്നും ഒരു തെറ്റില്ല. അത് അവർക്ക് തീർച്ചയായിട്ടും അത് ആൾക്കാർക്ക് വിസിറ്റേഴ്സിനെ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ശരീരത്തിലെ രോമങ്ങൾ നീക്കം ചെയ്യേണ്ടതുണ്ടോ? എന്താണ് ഇതിനു പിന്നിലെ മെഡിക്കൽ നിയമങ്ങൾ? അങ്ങനെ നിയമമൊന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് ഇപ്പം നമ്മുടെ തലയോട്ടിയിലുള്ള ഓപ്പറേഷനെ നമ്മൾ ഷേവ് ചെയ്യും. അപ്പം കഴുത്തിലുള്ള ഓപ്പറേഷൻ ഒന്നും നമ്മളാരും ഷേവ് ചെയ്യാറില്ല, മുഖത്തുള്ളതും ഷേവ് ചെയ്യാറില്ല. നേരെ മറിച്ച് ലിപ്പ് മുകളിലത്തെ ഇപ്പം മീശ വെക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലിപ്പിനുള്ള സർജറി ആണെങ്കിൽ ഷേവ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ താടിയിലുള്ള സർജറി ആണെങ്കിൽ. പക്ഷെ അകത്ത് മൂക്കിനകത്തോ വായിക്കകത്തോ ചെയ്യുന്ന ഒരു സർജറിക്ക് ഒരിക്കലും
അത് ഷേവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ആ സ്ഥലം അനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മുടെ രോമങ്ങൾ കൂടുതലുള്ള സ്ഥലത്താണ് നമ്മൾ ഷേവ് ചെയ്യും, രോമം കുറവുള്ള സ്ഥലത്താണ് ഷേവ് ചെയ്യില്ല. പക്ഷെ ഇത് മുഖത്തിന് അത്ര ഇത് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. കാരണം മുഖത്തിൽ ചെയ്യുന്ന പല സർജറികളും അകത്തോടാണ് നമ്മൾ ചെയ്യുന്നത്, മൂക്കിനകത്തോടോ വായിക്കകത്തോടാണ് ചെയ്യുന്നത്. അതിനൊന്നും ഷേവിങ് ഒന്നും വലിയ അത്യാവശ്യമൊന്നുമില്ല. ഷാഫി പറമ്പിലിന് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. ശരിക്കും ലാത്തിയടി ഏൽക്കുമ്പോൾ എത്രത്തോളം ഗുരുതരമായ പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട് നമ്മുടെയൊക്കെ മൂക്കിന്? ഇത് മൂക്കില് പ്രധാനമായിട്ടും മൂക്കില് ശക്തിയായിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂക്കിനും ബ്രെയിനിനും ഇടയ്ക്കുള്ള ഒരു വളരെ തിൻ ബോണുണ്ട്. അപ്പൊ ഈ ബോണ് ഭയങ്കരമായിട്ട് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊട്ടൽ വീഴുകയും അതിൽ നിന്ന് ബ്രെയിനിൽ നിന്നുള്ള ഫ്ലൂയിഡ് മൂക്കിൽ കൂടെ ഒക്കെ പോകുന്ന അവസ്ഥ വരാം. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. CSF റൈനോറിയ എന്ന് പറയുന്ന അവസ്ഥ, അത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് തലയോട്ടിയിൽ നിന്ന് മൂക്കിൽ കൂടെ പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട്. പിന്നെ അത് കഷ്ടാലത്തിന് ചിലതൊക്കെ ആണെങ്കിൽ കണ്ണിലോട്ട് അതിന്റെ ബ്ലീഡിങ് എല്ലാം വരാം. അല്ലെങ്കിൽ ഈ പൊട്ടിയ ബോണ് കണ്ണിനകത്തോട്ട് പ്രസ് ചെയ്തിട്ട് കണ്ണിന്റെ മൂവ്മെന്റിനെ, അതായത് അപ്പം 1-2 കാണുന്ന ഒരു അവസ്ഥയൊക്കെ വരാം, ഡിപ്ലോപ്പിയൊക്കെ വരാം. പിന്നെ അപൂർവം ചിലപ്പോൾ ഇതൊക്കെ ഈ മൂക്കിലടിക്കുന്ന സ്ഥാനത്ത് തന്നെ കണ്ണിലും കൂടെ കൊണ്ടു കഴിഞ്ഞാൽ കാഴ്ചയെ അത് നേരിട്ടും ബാധിക്കാം. അതുകൊണ്ട് ഇതൊരു നിസ്സാര പ്രശ്നമൊന്നുമല്ല. പക്ഷെ പ്രത്യേകിച്ച് ഒരു പ്രഷറിന്റെ രോഗമുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ആസ്പിരിൻ പോലുള്ള രക്തം ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന വ്യക്തികൾക്ക്, ഇവർക്കൊക്കെ ഈ മൂക്കിനകത്തൊരു പൊട്ടൽ, ഈ സാധാരണ ബോണിന്റെ പൊട്ടൽ തന്നെ വലിയ അതിഭീകര ബ്ലീഡിങ്ങിനൊക്കെയുള്ള നല്ല സാധ്യതയുണ്ട്. സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മൂക്ക്, ചെവി എന്നിവയൊക്കെ ബാധിക്കുന്ന ശസ്ത്രക്രിയകൾ ഇങ്ങനെ തന്നെയാണോ ഇപ്പോൾ ചെയ്യുന്നത്? പുറമേക്ക് വലിയ മുറിവൊന്നും ഉണ്ടാകില്ല? ഇല്ല. ഇപ്പോഴത്തെ മൂക്കിനകത്തുള്ള 99% പ്രശ്നങ്ങളും നമ്മൾ മൂക്കിനകത്തൂടെ തന്നെയാണ്, ദ്വാരത്തിൽ കൂടെയാണ് ചെയ്യുന്നത്. ഇന്നും എന്നോട് ഒരു പേഷ്യന്റ് ചോദിച്ചുള്ളൂ, മൂക്കിനകത്തൊരു സർജറി ചെയ്യണം, അത് ഡോക്ടറെ കീ ഹോൾ സർജറിയാണ്. ഞാൻ പറഞ്ഞ കീ ഹോൾ എന്ന് പൊതുവെ ഉദ്ദേശിക്കുന്ന വയറ്റിനകത്ത് 1.5 ഇഞ്ചിന്റെ 3 ഹോൾ ഇട്ട് ചെയ്യുന്നതാണ്. മൂക്കിന് ചുറ്റും നമ്മൾ 1.5 ഇഞ്ചിന്റെ ഹോളൊന്നും ഇടാറില്ല. ഈ ദ്വാരങ്ങളിൽ കൂടെ തന്നെയാണ്. ഇപ്പൊ എൻഡോസ്കോപ്പിക്കലാണ്, അത് ടെലിസ്കോപ്പിൽ കൂടെ നോക്കി നമ്മൾ ക്യാമറയിൽ കൂടെ നോക്കിയൊക്കെ ചെയ്യുന്ന സർജറി. അതാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു അഡ്വാൻസ്മെന്റ്. വായിക്കൂടെ ആയാലും നമ്മൾ തൊണ്ടയിലൊക്കെ ഉള്ള സർജറി 99% നമുക്ക് വായയുടെ ദ്വാരത്തിൽ കൂടെയാണ് ചെയ്യുന്നത്. ഈവൻ തൈറോയ്ഡ് പോലും നമ്മൾ എൻഡോസ്കോപ്പിക്കലായിട്ട് സ്കാറൊന്നും ഇല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സാർ, ഒരു സംശയം കൂടി ഉള്ളത്, ഇത്തരമൊരു സർജറി കഴിഞ്ഞാൽ എത്ര ദിവസമാണ് റെസ്റ്റ് എടുക്കേണ്ടത് നോർമൽ ആകാൻ? ഇത് ഈ ബോൺ ഫ്യൂസ് ചെയ്ത് വരാൻ ഏകദേശം 2 മാസം. എല്ലാം നമ്മുടെ ഫ്രാക്ചർ പോലെയാണ്. നമ്മുടെ കയ്യിലൊരു ഫ്രാക്ചർ വന്നാൽ 2 മാസം 3 മാസം എടുക്കും. 8 ആഴ്ച മുതൽ 12 ആഴ്ച വരെയൊക്കെ എടുക്കും. ഏകദേശം അത്രയും സമയം തന്നെ മൂക്കിന്റെ ബോണിന് അത് വരാം. പക്ഷെ അത് നമ്മൾ അനങ്ങുന്ന മൂവ്മെന്റ്, അതായത് ഒരു ഭാഗം അല്ലാത്തതുകൊണ്ട്. ഇപ്പൊ മൂക്കിന്റെ ബോൺ നമ്മൾ ഒരിക്കൽ കറക്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് സാധാരണ അത് തട്ടിമുട്ട ചെയ്താൽ മാത്രമേ അത് വീണ്ടും ഇളകി പോകത്തുള്ളൂ. അല്ലാതെ ഇത് നേരെ മറിച്ച് കൈ തന്നെ മൂവ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടൊക്കെ ഇരിക്കേണ്ടി വരും. പക്ഷെ ഇതിന് അത്ര അത്യാവശ്യമില്ല. അതുകൊണ്ട് ഒരാൾ നോർമൽ കേസിൽ ഇതിന്റെ വേദനയും അതേപോലെ ഇതിന്റെ നീരെല്ലാം മാറാൻ നോർമലി 7 ദിവസം മുതൽ 14 ദിവസം, 1 ആഴ്ച മുതൽ 2 ആഴ്ച വരെ എടുക്കും. അത് ഓരോ വ്യക്തിക്കും കുറച്ച് ഡിഫറൻസ് കാണും. അവർക്ക് വേറെ മെഡിക്കൽ കോംപ്ലിക്കേഷൻ, ഡയബറ്റീസോ പ്രഷറോ മറ്റോ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഐഡിയലി 7 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെയുള്ളവർക്ക്, ഇപ്പം നല്ല അധ്വാനമുള്ള വെയിലത്ത് കിടന്ന് നമ്മൾ മണ്ണ് വെട്ടുന്ന ഒക്കെ പണിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞേ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ഒരു ഇതൊക്കെ ആണെങ്കിൽ, വർക്കുകൾക്കൊക്കെ ആണെങ്കിൽ 7 ദിവസം കഴിഞ്ഞ് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നതാണ്. എന്തായാലും വളരെ അധികം നന്ദി സാർ, ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ പ്രതികരിച്ചതിന്. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോടെങ്കിലും ഒരാളോട് ചോദിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് വ്യക്തത വരുത്താമെന്നിരിക്കെ ഷാഫി പറമ്പിലിന് ചെയ്ത സർജറി വ്യാജമാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടവർ ഇനിയെങ്കിലും അത് തിരുത്തേണ്ടി വരും എന്നാണ് തോന്നുന്നത്.